പണിയെടുത്ത് തളർന്നിട്ട് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിങ്ങനെയാണ് പോണേ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ വർക്ക്ഷോപ്പിലാണല്ലോ. വർക്ക്ഷോപ്പിൽ ഇങ്ങനെ നമ്മൾ പണിയിൽ നടന്നുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മളെ ചെങ്ങായി എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയിട്ട് വിളിച്ചിട്ടുണ്ട്. ആരെങ്കിലും വന്നാൽ എടുക്കാൻ പോകാൻ കഴിയില്ലല്ല. നാട്ടിൽ നിന്ന് എയർപോർട്ടിലേക്ക് ഇങ്ങോട്ടൊരാൾ വരുമ്പോൾ നമുക്ക് സന്തോഷം, നാട്ടിലുള്ളവർക്ക് വിഷമം. വീട്ടിൽ ഒരാൾ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് വിഷമം, അവർക്ക് സന്തോഷം അല്ലേ? ഇത് ചൂടുവെള്ള ഫ്ലോറിലേക്ക് അന്ന ക്യാമറമാനാക്കിയ റഷീദ് ഭായി. അപ്പോ പണിയെടുത്ത് കൊടുക്കുമ്പോ ഒരാളുണ്ട് എയർപോർട്ടിൽ വന്നിട്ട് നമ്മളെ സ്വന്തം ഫ്രണ്ട്. ബാക്കി പണി എപ്പോഴാണ് തീർക്കുക? ബാക്കി പണി തീർക്കും. ജോബ് കാർഡ് എഴുതി വെച്ചോ. അന്നേരം എയർപോർട്ടിൽ പോയിട്ട് ഫോനെ എടുത്തിട്ട് നമുക്ക് പെട്ടിയെല്ലാം ഒന്ന് പൊളിപ്പിക്കാൻ പറ്റുമോ നോക്കാം. ഭയങ്കര വിഷമത്തിലേക്ക് നമുക്ക് കൂടുതൽ വിഷമം ഉണ്ടാക്കാം. പോയിട്ടാ. അപ്പോൾ എയർപോർട്ടിലേക്ക് പോക്കാന്ന് സമയം 11:30 10:00 ഫ്ലൈറ്റ് ഇറങ്ങുമെന്ന് പറഞ്ഞു. എന്നാന്ന് ലേറ്റ് ആയെന്ന് അറിയില്ല. എന്തായാലും നല്ല വിഷമം ഉണ്ടാവും കേട്ടാ. വാട്ടാന്ന് നമ്മൾ വിളിക്കുന്നത് സമതിൻ്റെ മുഖത്ത്. അവൻ കുറേ ആയി നാട്ടിൽ പോയിട്ട്. എത്രയായപ്പോൾ മറന്നുപോയി. അതൊക്കെ എപ്പാണ് പോയത്? അന്നാക്കാട്ടി മുമ്പേ പോയിട്ട്. എല്ലാവർക്കും നാട്ടിൽ നിന്ന് വരുമ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്, ഒരു പ്രവാസി എപ്പം നാട്ടിൽ നിന്ന് വരുമ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എൻ്റെ അഭിപ്രായത്തിൽ കുട്ടികളായിരിക്കും കേട്ടോ. അത് സ്വന്തം കുട്ടികളാണെന്നില്ല, കുട്ടികളൊപ്പം സ്പെൻഡ് ചെയ്തിട്ട് നാട്ടിൽ നിന്ന് വരുമ്പോൾ ഇല്ലേ, അത് ഭയങ്കര മിസ്സിങ് ആയിരിക്കും. നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടാ, നിങ്ങൾക്ക് ആരെയാണ് കൂടുതൽ മിസ്സിങ് ആയത്? അനക്ക് കുട്ടികളാണ്. ഇനിയിപ്പോൾ സമതിനോട് നമുക്ക് ചോദിച്ചു നോക്കാം, ആരെയാണ് കൂടുതൽ മിസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു നോക്കാം. ഇങ്ങോട്ട് പ്രവാസിയെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നാട്ടിൽ കുട്ടികൾ തന്നെ ആയിരിക്കും. നമുക്ക് സമതിനോട് എന്തായാലും ചോദിച്ചു നോക്കാം. പിന്നെ നമ്മളിത് എയർപോർട്ടിൽ എത്താനായി. ഒരു ഫ്ലൈറ്റ് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. ആ ഫ്ലൈറ്റ് ഇറങ്ങി വരുമ്പോൾ ഞാനും ആടെ എത്തണം. കറക്റ്റായിട്ട് നോക്കട്ടെ. ഇല്ല, കിട്ടൂല അത് ഇറങ്ങി പോകാനായി. ആ ഫ്ലൈറ്റ് ഇറങ്ങിയാട്ടാ. ആ ഫ്ലൈറ്റ് ഇറങ്ങുമ്പോൾ താഴെ എത്താൻ ഉദ്ദേശിച്ചു. നല്ല മഴക്കാറുണ്ട് കേട്ടാ. അങ്ങാത്തല്ല മഴ പെയ്യാൻ സാധ്യതയുണ്ട്, പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. ചൂടൊന്നുമില്ല, ചൂടെല്ലാം കുറവാണ്. മഴ പെയ്യട്ടെ. വാമോനെ എടുത്തു വെക്ക്. വലൈക്കും അസ്സലാം. എടുത്തു വെക്ക്. വയ്യല്ല, വർത്താലിന്റെ വയ്യ പറയാ അല്ലേ? അബൂലാക്കല്ല സാധനം കുറേ ഇല്ലല്ലോ. അല്ല വന്നോ, വാ എല്ലാരും വരട്ടെ. എല്ലാരും ബേജാറ് ഒപ്പരം തീർക്കവാ. എന്നാ കുഴപ്പമില്ല. അതല്ലേ ഇന്നെ കൊള്ളു. ഓക്കെ സെറ്റ്. ശരി മോനെ. വാമോനെ എന്തല്ലാന്ന് എവിടെയാ നാട്ടില്? എവിടെയോ കണ്ടോലുണ്ടല്ലോ. ബെൽറ്റ് ക്യാമറ പിടിച്ച ബെൽറ്റ്. ഞാൻ നാട്ടിൽ ദിവസമല്ല, നീ എന്നെ പിടിക്കണ്ടതാ. ഫിഫ വേൾഡ് കപ്പ് 2025 അണ്ടർ 17. അണ്ടർ 17 കപ്പ് അടക്കുന്നുണ്ടാ? നമ്മൾ അറിഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ വേൾഡ് കപ്പ് അടക്കുന്നത്. അപ്പൊ എന്തല്ല വിശേഷം സൗദ? എന്നാ നീ കുറേ നാട്ടിൽ പറ്റി? 6 ദിവസമായാ? അതെയാ? ഞാൻ കണ്ണൂര്. സൗദ എത്രയായി നാട്ടിൽ പറ്റി? 4 മാസം. നിന്നെ ആരാ കൊണ്ടാക്കിയത്? ഞാൻ തന്നെ. മറ്റവന് കൗസറാണല്ലേ? എന്നിട്ട് ശരി, എല്ലാ പ്രവാസികളും പോലെ തന്നെ സൗദും നാട്ടിൽ നിന്ന് വരുന്നു. 90% പ്രവാസികളെ പോലെ. ഏത് ഈ പ്രാവശ്യം പോയി വീടെല്ലാം സെറ്റപ്പ് ആക്കി എനിക്കോട്ട് വന്ന് ഇനി വീടിൻ്റെ എല്ലാം പണി തീർക്കണം. അതേപോലെ ഞാനും കുഴപ്പമില്ല. കഴിഞ്ഞിട്ടില്ല പണി കഴിഞ്ഞിട്ടേടെ
ഇല്ലില്ല ഒപ്പിച്ച് റെഡിയാക്കിയതല്ലേ. നീ അബുനാക്കലയില് കൊറേ ആയാ? 5 വർഷമായി. ആ നാട്ടിൽ പോയി എന്താണ് കല്യാണം കഴിക്കാൻ പോയതാ? കല്യാണം കഴിഞ്ഞു ഇപ്പോ ആ കല്യാണം കഴിഞ്ഞ് 2 മാസം കിട്ടിയില്ലോ. കുഴപ്പമില്ല. എനിക്ക് അപ്പീലിനോട് നമുക്ക് സ്പെഷ്യൽ ലീവ് വാങ്ങിച്ചിട്ട് പോവാം അതല്ലേ? തണുപ്പ് കഴിഞ്ഞാ പോവും. കളി നമുക്ക് സെറ്റാക്കാം അതല്ല. ഞാൻ എന്നോടൊരു കാര്യം ചോദിക്കുന്നേ, അതെന്നാ നിങ്ങൾ ലേറ്റ് ആയെന്താ? നീ എല്ലാം പറഞ്ഞ 10 ഇറങ്ങുമെന്ന്. 11 മണിക്കാ? നിങ്ങളുടെ 2 ആളോട് ഓരോ ചോദ്യം ചോദിക്കാം ഞാൻ. ഇപ്പൊ നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാലേ കുറച്ച് ദിവസത്തേക്ക് ഏറ്റവും കൂടുതലായിട്ട് മിസ്സിങ് ചെയ്യുന്നത് നാട്ടിൽ ആരാണ്? നീ ഉത്തരം പറയും ഫസ്റ്റ്. നിനക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ആരാ? ഇപ്പൊ നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ കുട്ടികളുടെ. എനിക്കോ ഫാമിലിന്ന് എല്ലാവരും മിക്സ് ആയിട്ട് മിക്സ് ചെയ്യും. പക്ഷെ ഏറ്റവും കൂടുതൽ ഓക്കെ ഇതല്ല ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് പറയാം. നമ്മൾ ആരെ കൂടി ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് അവരെയാണെങ്കിൽ നമുക്ക് മിസ് ചെയ്യാം. അതായത് ഞാനിപ്പം വരുമ്പോൾ ഇല്ലേ ഓൾറെഡി പറഞ്ഞിന്, ഞാൻ മാട്ടനോട് ചോദിക്കും ചോദ്യം അത് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ആരായിരിക്കും. നീ പറഞ്ഞത് കറക്റ്റാ, ഞാൻ അതന്നെ പറഞ്ഞു. കുട്ടികളെയാ അല്ല ഉപ്പും എന്തായാലും ഉണ്ടാവും. പക്ഷെ കുട്ടികളെ കളിക്കലും ചിരിക്കലും ആ ഒരു ഇതില്ലേ, അത് കുറച്ച് ദിവസത്തേക്ക് ഭയങ്കര മിസ് ചെയ്തു. അത് ഞാൻ പറഞ്ഞു എനിക്ക് സ്വന്തം കുട്ടികളാണെന്നില്ല, അത് ആരെ ആയാലും ഇല്ലേ കുട്ടികളെ ഒരു ഇത് ഭയങ്കര മിസ് ചെയ്യും. അത് എന്നാലും നമുക്ക് അങ്ങോട്ട് പോകാം. എന്നാ സാധനം കൊണ്ടതിന് സ്പെഷ്യലായിട്ട് ഇപ്പം കഴിക്കാനൊന്നും വേണ്ട. അതെയാ ഇപ്പം കഴിക്കാന്? ഇതും ഫ്ലൈറ്റ് തന്നെയാണല്ല, വീട്ടിൽ കഴിക്കാലോ. 80 അടുത്തിട്ട് 80 തന്നെ ഞാൻ പോകുന്നുള്ളൂ. ഞാൻ സ്പീഡിലൊന്നും പോകുന്നില്ല. ഓക്കെ എന്നാണ് ഉണ്ണിയപ്പാ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയതാ? അതെയാ ഉണ്ണിയപ്പത്തിന്റെ പേര് ഇതൊന്നും ആപ്പിളാ? ഞാൻ വെച്ചതാ. എനിക്ക് കപ്പിയിൽ ഫുഡൊക്കെ ആഡ് ചെയ്തിരുന്നു. അതെയാ എനിക്ക് അതിൽ ഉപ്പുമാവ് വട. ഞാൻ വരുമ്പോ ഫുഡ് ഓർഡർ ചെയ്തിട്ട് എന്നോട് ചോദിച്ചെന്നാ വേണ്ടതെന്ന് ചോദിച്ചിട്ട് ഞാൻ ഓർഡർ ചെയ്ത സാധനം ഇല്ലേ എനിക്ക് പിടിച്ചില്ല. ഒരു സാൻഡ്വിച്ച് ആയിരുന്നു. ഇന്റെ ഇവിടെ കാര്യപ്പത്തിന് മധുരം കുറവാണല്ലേ? കുറച്ച് മധുരം ഉണ്ടാവില്ല അല്ല? നമ്മളവിടെ നല്ല മധുരം ഉണ്ടാവും. അങ്ങനെ അതിനൊരു രസമാണ്. അപ്പൊ സമതിന്റെ ഒപ്പരമുള്ള കൂട്ടുകാരെ. ഇവന്റെ പേരെന്നാ പറഞ്ഞേ? നദീർ. നദീർ ഇവിടെ ഇറങ്ങുന്നു. എടാ നിന്റെയോ അവന്റെ ഒരേപോലത്തെ പെട്ടിയല്ല? ഓക്കെ നല്ലന്നെ. ഓക്കെ കാണാം. ഓക്കെ വാ ഹോയ്ത്താ. വീണ്ടും സമതിന്റെ കൊട്ടാരത്തിൽ. അയ്യോ നാളെ കളി സെറ്റാക്കി നമുക്ക് എല്ലാം റെഡിയാവും. ടെൻഷൻ പോവും. അച്ചപ്പം ബേക്കറി നമുക്കൊന്നും വേണ്ട. എന്നാലും സാധനം പൊട്ടിക്കണം. ഉണ്ണിയപ്പം വേണ്ട. നീ സാധനം പൊട്ടിക്ക്, നമുക്ക് കാണണല്ലോ എന്തെല്ലാം കൊണ്ടതിന്. നീ അഷ്റഫ് അല്ല കറക്റ്റ് ടൈമിനാണ് എത്തീന്. അഷ്റഫ് أنا يجي أنا قبل يجي مني اشتغل في يجي أنت ما في موجود أول busy أكل تعال أكل صوص ഇല്ല ഞങ്ങൾ ഫുഡ് ചെയ്യുന്നില്ല. ടൊമാറ്റോന്റെ പെട്ടി കൊടുക്കുന്നു. ഞാനത്തെ ലൊക്കേഷൻ ഇതെല്ലാം കൊടുക്കട്ടെ പ്രഷർക്ക്? ഇതിലുള്ളതെല്ലാം കൊടുക്കുള്ളൂ. നീ ചെറിയ കുട്ടിയാണ്. എത്ര കിലോയാണ് എനിക്കുള്ളത്? അലോട് 25 ഉണ്ട്. 25 ഉള്ളൂ? 30 ഇല്ല?
ഈ ഒരു ബേക്കറി നിന്റെ നാട്ടിലുള്ള ബേക്കറി മൊത്തം ഇവിടെ ഉണ്ടല്ലോ. ബേക്കറി അച്ചാറ് അച്ചാറ് അച്ചാറുണ്ട്, ബേക്കറി ഉണ്ട്, ഉണ്ണിയപ്പുണ്ട്. എല്ലാം നിന്റെ തന്നെ അല്ലെങ്കിൽ ചങ്ങായി പറഞ്ഞോ വീഡിയോ കണ്ടവരിൽ ഞാൻ കാര്യമായിട്ട് അച്ചാർ എടുക്കണം. അച്ചാർ വേണോ? അച്ചാറബി കഴിഞ്ഞോ? പിന്നെ കൊടുക്കാൻ ഞാൻ എടുക്കണോ? ആ കാണിക്കണമല്ലോ. ഉണ്ണിയപ്പം ഉണ്ണിയപ്പാ ഓക്കെ. ഇത് പൊട്ടിക്ക് പൊട്ടിക്കണ്ട ഇപ്പൊ ഉച്ചക്ക് ഒന്നും പൊട്ടിക്കണ്ട. ഈ നുറുക്ക് മറ്റേ നല്ല രസമാണ്. മറ്റേ നുറുക്ക് ടൊമാറ്റോന്റെ ഇത് നുറുക്ക്, ഇത് ചിപ്സ് ഓക്കെ. ഉണ്ടാക്കിയത്, ചക്കവറുത്ത് ഉണ്ടാക്കിയത്. ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ കടയിന്നാ വീട്ടിന്നാ? ഒരു കടയിൽ ഉണ്ടാക്കണോടുന്നുണ്ട്. നുറുക്ക് ആ ബിസ്ക്കറ്റ് നുറുക്ക് ഓക്കെ. വീഡിയോ 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 അച്ചാറ്, അച്ചാറ്. പുളിയിഞ്ചി. ആ ഇതിൻ്റെ അടിയിലെന്നാ? അതിൻ്റെ ഉള്ളിൽ ഒരാളെ സാധനം അങ്ങനെ. അത് വേറെ ആളെ സാധനം. ഇത് നാരങ്ങ. ഇത് പുളി അച്ചാറാ? പുളിയിഞ്ചി 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 അതെങ്ങനെ പറഞ്ഞാല് ഇത് കൂട്ടി നിങ്ങള് പുളിയച്ചാറ്. ആ പുളിയച്ചാറായിരിക്കും. പുളിയച്ചാറ് അതായത് ഇത്രയും സാധനം ഉള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ ഡ്രസ്സു കഴിഞ്ഞ് ഇന്നലെ ഞാൻ പോവാം. അതല്ലത് വേണ്ട പോന്ന് ചോറാടെ ഉണ്ട്. അപ്പോൾ റൂമിലെത്തി. ഇന്നിതാണ് ഫുഡ്. മഞ്ഞച്ചോറും ചിക്കൻ കറിയും പൊരിച്ചതുണ്ട്. നമ്മളെ സമതിൻ്റെ അച്ചാറും ഉണ്ട്. ഇത് വെച്ചിട്ടാണ് ഇന്ന് ഫുഡും കാര്യങ്ങളെല്ലാം. അന്നേരം ഇതാണ് ഇന്നത്തെ ചെറിയ കാഴ്ചകളും വീഡിയോകളും. നല്ല കാഴ്ചകളുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.